ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ രാവിലെ എങ്ങോട്ടാണ് പോകുന്നോ? ട്രിവാൻഡ്രത്തേക്ക്. അവിടെ പോയിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺ ദ വേയിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയേ. അവിടെ നല്ല നല്ല പെയിൻറ്റിങ്സ്, നമ്മുടെ കേരള നാടൻ രീതിയിലുള്ള പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോക്കൂട്ടനോടെ ടേബിളിൽ കിടന്ന് ആർമാദിക്കുകയാണ്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നേ. ഇടയ്ക്ക് വേണ്ടി നിർത്തി ഞങ്ങളൊരു കരിക്കൊക്കെ കുടിച്ചു. ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ ക്ലൈമറ്റ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ വലത് സൈഡിലായിട്ട് ജടായുപാറ കണ്ടു കേട്ടോ. അതൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ട്രിവാൻഡ്രത്ത് പോയിട്ടൊരാവശ്യം ഉണ്ടായിരുന്നു. ആ വഴിക്ക് ഞങ്ങൾ അതിനടുത്തുള്ള നമ്മുടെ സൂവിൽ കയറി. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം സൂ, മൃഗശാല. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഇവിടെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എത്രയാണ് പ്രൈസ് അങ്ങനെയൊക്കെ. അവിടെ ഞങ്ങൾ നേരെ സൂവിനകത്തേക്ക് കയറി. അവിടെ കുറച്ച് പേര് നിൽക്കുന്നുണ്ടോ. ചൂടൊക്കെ ആയതുകൊണ്ട് അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ അവരുടെ ഭാഷയിൽ പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടുന്ന് നടന്നതാ ജോക്കുട്ടനും അമ്മാച്ചനും കൂടെ കുരങ്ങനെ ചൊറിയുന്നു. ജോക്കുട്ടൻ ആക്ച്വലി പേടിയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുവാണല്ലോ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അവിടെ 2 കുരങ്ങന്മാരിരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നു. കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു ഇതിനകത്ത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്നു. ഈ ചൂടത്ത് ഇതിനകത്തൂടെ നടക്കുമ്പോൾ നല്ലൊരു രസമായിരുന്നു. നല്ല കാടിൻ്റെ പോലത്തെ ഒരു ആംബിയൻസും നല്ല പ്രകൃതി ഭംഗിയും മൃഗങ്ങളെയൊക്കെ കണ്ട് ആസ്വദിച്ച് പോകുന്നു. അവിടെ റൂട്ട് മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ വീണ്ടും വീണ്ടും കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നീങ്ങുകയാണ് ഗൈസ്. അടുത്തത് നമ്മൾ ബേർഡ്സിൻ്റെ സെക്ഷനിലേക്കാണ് പോയത്. അവിടെ ബേർഡ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉള്ള നെയിം ബോർഡ്സൊക്കെ ഇവിടെ വെച്ച് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്തൊക്കെയാണ് കഴിക്കുക. ഉച്ച സമയമായിരുന്നേ. പിന്നെ നല്ല മനോഹരമായിട്ട് നമ്മൾ പെയിൻറ്റിങ്സിലൊക്കെ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള കുറച്ച് മാനുകളുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒളിച്ചിരിക്കുന്ന 2 പേരെ കണ്ടോ, 2 ആമക്കുട്ടന്മാരുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ ഇരുന്ന് കൗതുകത്തോടെ നമ്മളെ നോക്കുന്നു. നക്ഷത്ര ആമ. അവിടുന്ന് വീണ്ടും പോകുമ്പം ഒരു കരടി കണ്ടോ നടന്ന് പോകുന്നു. ടെഡി ബിയറിനെ ഇഷ്ടമാണെങ്കിൽ ഒറിജിനൽ കരടിയെ കാണുമ്പോൾ നമുക്കൊരു പേടിയൊക്കെ തോന്നും. ആരായി നിൽക്കുന്ന 2 പേര്? 2 വലിയ ഹിപ്പോസ് നിൽപ്പുണ്ട് അവിടെ. അവരൊക്കെ ഈ ചൂടത്ത് വെള്ളം കുടിക്കുകയും വെള്ളത്തിൽ ഇറങ്ങി തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ. ഈ കക്ഷി അവിടെ നിന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്താണാവോ ആശാൻ കഴിക്കുന്നത്. എന്തൊരു വലുപ്പം നോക്ക്. ഞങ്ങൾ പിന്നെയും നടന്ന് അടുത്ത കാഴ്ചകൾ കാണാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരി കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നു. ഒരാൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നേ. ആരും പക്ഷേ ഫോട്ടോയ്ക്കൊന്നും പോസ് ചെയ്യത്തില്ല, അതാണ് വേറൊരു കാര്യം. പക്ഷേ ഈ കൊച്ചു സുന്ദരി നമ്മുടെ ക്യാമറ കണ്ടപ്പം ഒന്ന് തല പൊക്കി നോക്കി. ആഹാ, 2 മല്ലന്മാരവിടെ നിന്ന് അടിയുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പിട്ട് കുത്തു പിടിക്കുന്നുണ്ടായിരുന്നേ.
അങ്ങോട്ട് മാറി നിൽക്കടാന്ന് പറഞ്ഞ ഒരാൾ ഒന്ന് പോടി സമാധാനത്തോടെ എനിക്ക് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് മറ്റേ ആൾ. വാവ്, നല്ല കണ്ണിന് കുളിർമയേകുന്നൊരു കാഴ്ചയായിരുന്നു. നമ്മൾ ശരിക്കും നമ്മൾ പെയിൻറ്റിങ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ നല്ല പുള്ളിമാലകൾ, എന്താ ഒരു ഭംഗി അവരെ കാണാൻ. അവിടെ നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞു മടുത്തു കേട്ടോ, ശരിക്കും ടയേർഡായി. എങ്കിലും ഇവരെയൊക്കെ കാണാനുള്ളൊരു കൊതി കൊണ്ട് നടന്നു. അവിടെ നമ്മുടെ ഒരു പുലിക്കുട്ടി കിടപ്പുണ്ടേ. എല്ലാവരും ഉച്ച മയക്കത്തില്ല. ഒന്നാമത് ചൂട്, പിന്നെ ഫുഡൊക്കെ കഴിച്ച് കണ്ടോ ഒരാളോടൊന്ന് എന്തൊക്കെയോ ഇപ്പോഴും കഴിക്കുന്നൊക്കെ ഉണ്ട്. ആരും നമ്മുടെ അടുത്തേക്ക് വരികയോ ക്യാമറയിലേക്ക് നോക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ ചൂടും പിടിച്ച് എല്ലാവരും ഇറങ്ങിക്കോളും, ഞങ്ങളെ ഒന്ന് സൗകര്യമായിട്ട് റെസ്റ്റ് എടുക്കാനും സമ്മതിക്കൂല എന്നുള്ള ഭാവത്തിലായിരുന്നു ഓരോരുത്തരുടെയും കടപ്പും നോട്ടും. ഒരാൾ തലപൊക്കി നോക്കിയിട്ട് അതുപോലെ തന്നെ അപ്പുറത്തോട്ട് ചെരിഞ്ഞ് ദാണ്ട് കിടക്കുന്നത്. അങ്ങനെ ജോകൂട്ടന് നടക്കാമെന്ന് പറഞ്ഞ് അവനും അപ്പച്ചൻ്റെ കയ്യിൽ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഫുള്ള് ബേർഡ്സ് ആയിരുന്നു കേട്ടോ. നല്ല രസമുള്ള പെയറായിട്ട് കുറേ പേരെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ മുള്ളൻ പന്നി കണ്ടോ, കുറച്ച് പേര് അതുവഴി നടക്കുന്നുണ്ട്, കുറച്ച് പേര് കിടന്നുറങ്ങുന്നു. പിന്നെ ഇത് നമ്മുടെ ചിത്രശലഭങ്ങളുടെ ഏരിയ ആണേ, ബട്ടർഫ്ലൈ ഗാർഡൻസ്. അതിനകത്ത് ഞങ്ങൾ അകത്തേക്ക് പോയില്ല, പക്ഷെ വെളിയിൽ നോക്കിയപ്പം അവിടെ ഇവിടെയൊക്കെ രണ്ടൊന്നും പറവുകൾ പറക്കുന്നുണ്ട്. ഈ കക്ഷിയാണ് മക്കളെ നമ്മുടെ ക്യാമറയ്ക്ക് പോസ് ചെയ്ത ഏക ഒരു വ്യക്തി. നല്ല സ്റ്റൈലായിട്ട് അവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെയൊക്കെ നോക്കി സൗണ്ടൊക്കെ ഉണ്ടാക്കി കക്ഷി കണ്ടോ. ആൾക്കാരെ മൈൻഡ് ചെയ്ത ഒരേ ഒരു വ്യക്തിയായിരുന്നു ഈ പുള്ളിക്കാരി. ഇവിടെ നമ്മുടെ ഒരു ആർട്ട് ഗാലറി ഉണ്ടായിരുന്നു പെയിൻറ്റിങ്സിൻ്റെ ഒക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചൊരു യാത്ര പോകണം എന്ന് ആഗ്രഹിച്ചിട്ട് കുറേ നാളായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോയി വന്ന ഒരു അടിപൊളി ജേർണി ആയിരുന്നു ഇത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.